മറന്നോ? മാമനെയാണ് നോക്കണേ. ലബുബു മാമനെ നോക്കുക. എടി എന്നെ നോക്കിട്ട് എന്താ ചിരിക്കത്തെ? എന്നെ നോക്കിട്ട് എന്താ ചിരി മഞ്ഞ? ഉടുപ്പൊക്കെ നോക്കിയോ എന്റെ? ഹാപ്പി ബർത്ത്ഡേ ആണോ ചോദിച്ചേ? ഹാപ്പി ബർത്ത്ഡേ ആണോ ചോദിച്ചേ? ഹായ് സാധാരണ മുന്നേ കാണുമ്പോൾ ചിരിക്കുന്ന വീഡിയോ Some birthdays feel like just another day, but some birthdays make you pause and look at how much life has changed. This year feels different in so many ways, and I wanted to slow down, be present, and celebrate the little moments that make life beautiful. Hello guys, please welcome to Duva's vlog. Welcome to my YouTube channel. എല്ലാരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഡെക്കറേഷൻ ഡൺ ബൈ ചേട്ടായി ആൻഡ് ലിജിൻ. ഞങ്ങളിവിടെ കൊച്ചിന് പാലും കൊടുക്കുന്നു, ഇടയ്ക്ക് ഞങ്ങളിവിടെ കഴിയുന്നു. I feel incredibly grateful for the people who make an effort to the part of my life. Sometimes love shows up in unexpected ways through small gestures, thoughtful plans, and moments that become memories. I walked into this birthday with a lot of thoughts in my heart, but today I choose to focus on the smiles, the laughter, and the love around me. Every chapter of life has its own story, and I'm learning to embrace mine one day at a time. This wasn't just a birthday celebration. It was a reminder that life is still full of beautiful moments waiting to be created. Life doesn't always go exactly as we imagine, but every season teaches us something. This birthday reminded me to appreciate the people who love me, celebrate small joys, and make beautiful memories wherever I am. Here's to another year of learning, growing, and becoming the best version of myself. If my younger self could see me today, I hope she would know that I'm still trying, still dreaming, and still finding reasons to smile. Life may not always look like the picture we once imagined, but there is still so much beauty in the journey. Super. കൊടുക്കാനൊരു മടി Thank you. Guys, unboxing of my birthday gift. Dua baby. Tissue. Thank you. എന്തായാലും നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള മൈക്കാണ്. വ്ളോഗർ ആവാനുള്ള പ്രൊമോഷൻ. അതിനോട് വേണ്ടിയാണോ?
ഇനി മൈക്ക് വെച്ചുള്ള വ്ലോഗുകൾ, ഇനി മൈക്ക് വെച്ചിട്ടുള്ള ക്ലാരിറ്റി ഉള്ള വോയിസ് ഉള്ള വ്ലോഗുകൾ. ജിമോൻസ് ഗിഫ്റ്റ് എംബ്ലം മാത്രമുള്ളതൊക്കെ കാണുന്നുണ്ട്. താങ്ക് യു. നമുക്ക് ചിന്നാനുള്ള സാധനമാണോ നമ്മൾ നോക്കുക? തിന്നാൻ പറ്റുമോ അത്? നമുക്ക് തിന്നാൻ പറ്റുന്ന സാധനമാണോ? എന്റെ ബർത്ത്ഡേ തുടങ്ങിയേ ഉള്ളൂ. ഞാൻ ബർത്ത്ഡേ അങ്ങനെ പെട്ടെന്ന് എടുക്കില്ല. അങ്ങനെ ഞാനിതാ ഷിപ്പിന്റെ താഴെ വന്ന് നിൽക്കുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഷിപ്പ്. അങ്ങനെ ഐശ്വര്യമായിട്ട് കയറി 3rd ഡെക്കിലാണ് നമുക്ക് റൂം കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതാ സെയിം ഇൻറ്റീരിയർ ഒക്കെ തന്നെ. എനിക്ക് ഇതിൻ്റെ സ്റ്റെപ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓ മൈ ഗാഡ്, ടൈറ്റാനിക് ഒക്കെ എന്തിനാണോ ഞാനിപ്പോൾ ഓർക്കുന്നത്. നമ്മുടെ റൂം നമ്പർ 3020 ആണ്. 3051 വരെ എത്തിയുള്ളൂ. അങ്ങേയറ്റം വരെ നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ റൂമെത്തി 3020. This is the room. ഇതാണ് ബാത്റൂം. ഒരു കുഞ്ഞ് ക്യൂട്ട് ലിറ്റിൽ ബാത്റൂം, ഷവർ, and that's it. കയറി വരുമ്പം ഒരു വാർഡ്രോബ് പോലെ ഒരു ഏരിയ ഉണ്ട്. Then we have a mirror here. കാണാം, ഇവിടെ ഒരു ഡെസ്ക് പോലെ ഉണ്ട്, കോഫി അങ്ങനത്തെ കാര്യങ്ങൾ, ഒരു ചെയറുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ റൂം. എൻ്റെ ഫേവറേറ്റ് യെല്ലോ കളർ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ, യെല്ലോ കളർ തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഇറ്റ്. വാവ്. Dear Namita, whether this is your first Queen Elizabeth II experience or wow. Anyways, this is my first time experience. And let's see what is the view. Wow, holy, this is the view guys. ഇവിടെ ഒരു വ്യൂ ഉണ്ട്. So this is the view from the room. Nice. Let's celebrate my birthday here.
എൻ്റെ ഗിഫ്റ്റ് എനിക്ക് അത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ആതിരക്കുട്ടി ചേട്ടായി ദുവ ഫാമിലി തന്ന ഗിഫ്റ്റാണ്. DJI നല്ല പൗച്ചൊക്കെ ഉണ്ട്. ഇത് എനിക്കൊന്നും കേബിൾ കാര്യങ്ങളൊക്കെയാണ്. ഇത് മറ്റേ ഈ വീഡിയോക്കകത്തൊക്കെ കാണുന്ന പോലെ മറ്റേ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം. ഇത് ഭയങ്കര സോഫ്റ്റ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ഒരു സാധനം. മൈക്കിൻ്റെ ആ മേളിൽ വെക്കുന്ന സൂത്രം, ഇതാണ് മെയിൻ സാധനം. ലുക്ക് അറ്റ് ദിസ് ഗൈസ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചിട്ട് വരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അതെവിടെ കാണിക്കാമല്ലോ. ഹായ്. അപ്പോൾ നമ്മളിനി മേക്കപ്പൊക്കെ വന്നിട്ടിട്ട് സുന്ദരിയാവാം. നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണ്ടേ? ഹലോ ഗൈസ്, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ പുതിയ മൈക്കൊക്കെ ഇട്ടിട്ട് പട്ടിഷോയാണ്. ഇനി ഞാൻ മൈക്കൊക്കെ ഇട്ടായിട്ട് വ്ളോഗ് എടുക്കാൻ വന്നത്. അപ്പം നൈശ്വര്യമായിട്ട് മൈക്കൊക്കെ വെച്ചിട്ട് വ്ളോഗിങ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പകുതി മേക്കപ്പൊക്കെ ആയിട്ടുണ്ട്. ബാക്കി ഞാൻ കണ്ണെഴുതിട്ട് വരാം. അഭി നാ ജാവോ ചോഡ്കർ ഇത് അഭി ഭരാ നഹീ, അഭി നാ ജാവോ ചോഡ്കർ ഇത് അഭി ഭരാ നഹീ. അതിൽ പറഞ്ഞ ഇതിനകത്ത് പാട്ടും പാടി റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല വോയിസ് പാട്ട് പാടാനും വ്ളോഗിങ്ങിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്നാണ് പറഞ്ഞത്. പാട്ട് പാടാൻ യൂസ്ഫുൾ ആണെങ്കിൽ ഇനി എൻ്റെ പാട്ടുകൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളതാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ക്വീൻ എലിസബത്തിൽ വരുന്നുണ്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞാണ്. ചേട്ടായി എന്ന് പറഞ്ഞാൽ ആതിരയുടെ ഹസ്ബൻഡാണ്, ഞാൻ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ചേട്ടായി പറഞ്ഞാൽ ഇവിടെ സൺസെറ്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടാകും എന്നാണ്. അപ്പം ഏകദേശം ഒരു സൺസെറ്റ് സമയമാകുമ്പോഴത്തേക്കിന് റെഡി ആയിട്ട് അതിൻ്റെ മുകളിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് ആസ് പറഞ്ഞ പോലെ ഇതെൻ്റെ ഫസ്റ്റ് ഷിപ്പിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഷിപ്പിൽ കയറുക എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ 2026 സാധിച്ചു. താങ്ക്സ് ടു അമ്മ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസായിട്ട് എടുത്ത് പറഞ്ഞു, നിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിനക്ക് ബർത്ത്ഡേക്ക് ഇവിടെ പോയി സ്റ്റേ ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നോട് ചോദിക്കുകയും ഞാനപ്പോൾ ലോട്ട് കിട്ടിയപ്പോൾ ആയിക്കോട്ടെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടിയും ഇവിടേക്കൊക്കെ എടുത്ത് ഇറങ്ങിയതാണ്. അപ്പം ദിസ് ഈസ് എ വെരി ഗുഡ് സർപ്രൈസ്. അടിപൊളി ഒരു ബർത്ത്ഡേ സർപ്രൈസാണ്. താങ്ക് യു അമ്മ. ഐ ലവ് ദിസ് സർപ്രൈസ് എ ലോട്ട്. അമ്മയ്ക്ക് ഞാൻ ഈ റെഡ് ലിപ്സ്റ്റിക്ക് ഇടുന്നത് ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പൊതുവെ ഞാൻ റെഡ് അധികം ഇടാറില്ല. ഈ റീസെൻ്റായിട്ട് ഞാൻ ഇടാൻ തുടങ്ങി. പക്ഷേ ബോബി ബ്രൗണിൻ്റെ ഷെയ്ഡ് നമ്പർ 409 പ്ലം ആൻഡ് ഡൺ അടിപൊളി ഷെയ്ഡാണ്. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. വെരി ഗുഡ്. അതുപോലെ തന്നെ ഈ മസ്കാര അടിപൊളിയാണ്. ഡെയിലി വേറെ ഞാൻ ഇടുമ്പോഴല്ലോ ഐലൈനർ ഒന്നും ഇടാതെ ജസ്റ്റ് മസ്കാര ഇട്ടിട്ട് പോകും. തന്നെ വ്ളോഗ് എടുക്കുന്ന അത്ര എളുപ്പമല്ല കേട്ടോ. ഓരോ ആംഗിളിൽ അങ്ങോട്ടിടണം ഇങ്ങോട്ടിടണം, ക്യാമറ സെറ്റ് ചെയ്യണം. വ്ളോഗ് ചെയ്യുന്നവരെ സമ്മതിച്ചിരിക്കുന്നത് ദിസ് ഇസ് നോട്ട് ഈസി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മസ്കാര ഇസ് അടിപൊളി. സെഫോറയുടെ സൈസ് അപ്പം എന്നും പറഞ്ഞിട്ടുള്ള കാരണം ഞാൻ യൂഷ്വലി ഓഫീസിലൊക്കെ പോകുമ്പോഴല്ലോ കണ്ണെഴുതത്തില്ല, മടിയാണ് രാവിലെ കണ്ണെഴുതാക്കുക. ഈ കണ്ണെഴുതുന്ന പരിപാടി ഉണ്ട് കേട്ടോ, വളരെ ടൈം കൺസ്യൂമിങ് ആണ്. എനിക്ക് എളുപ്പമല്ല കണ്ണെഴുതാൻ. അപ്പം ഞാൻ ഈ മസ്കാര മാത്രം ഇട്ടിട്ട് പോകുമ്പോൾ സൂപ്പറാണ്. കണ്ണെഴുതിയില്ലെങ്കിൽ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്, എൻ്റെ ഫേസ്, എൻ്റെ ബോഡി, എൻ്റെ ഡ്രസ്സ്, എൻ്റെ ഹെയർ ഞാൻ ഇപ്പോൾ സെറ്റാക്കും. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? റെഡിയായി. ഞാൻ മൈക്ക് എടുത്തില്ല കാരണം UAE ഒരു റൂളുണ്ടല്ലോ പുതുതായിട്ട്, അതായത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വ്ളോഗ് എടുക്കാൻ പാടുള്ളൂ എന്ന്. ഞാൻ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് മേലോട്ട് പോകേണ്ടതൊക്കെ, വഴിയൊക്കെ വേണ്ടേ. അപ്പം ഞാൻ മേളിലോട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോവാം.
ആ മേളിൽ കാണുന്ന സാധനമാണെന്ന് തോന്നുന്നു പുക വരുന്നത്, ആയിരിക്കും, അറിയില്ല. അപ്പോൾ നമ്മുടെ സൺസെറ്റൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെരി ബ്യൂട്ടിഫുൾ. ലിവിങ് ഇൻ ദ മൊമെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു മൊമെൻറ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാനുള്ളൊരിത് വരുന്നില്ല. ഇവിടെ തന്നെ ഇങ്ങനെ നിന്നിങ്ങനെ ദൂരോട്ടൊക്കെ നോക്കി എന്തൊക്കെയോ ചിന്തകളിലൊക്കെ നിന്ന് പോവുക, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് മൂഡിലാണ് നിൽക്കുന്നത്. സോ ഹാപ്പി, താങ്ക്ഫുൾ, താങ്ക് യു ഗോഡ്. കാസിനോ. ഇവിടെ കുറച്ച് ആർട്ട് ഇങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൈഡ് വാവ്, ക്ലോസപ്പിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഹലോ. അങ്ങനെ 2026 എൻ്റെ ബർത്ത്ഡേ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഇറ്റ് വാസ് എ വെരി ഗുഡ് ബർത്ത്ഡേ. എന്താ പറയുക, ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്തു. ഹാഡ് എ ഗുഡ് സെലിബ്രേഷൻ. ആൻഡ് ഇവിടെ വന്നിട്ടും ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഇവിടെ ഡെക്കിൽ കുറേ കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്നുള്ള വ്യൂ എൻജോയ് ചെയ്തു. ആൻഡ് ദെൻ അകത്ത് കുറച്ച് ആർട്ട് വർക്ക്സും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പോയിരുന്നു കണ്ടു. ഐ ജസ്റ്റ് റൂംഡ് അറൗണ്ട് എ ലോട്ട്. ഐ ഹാഡ് മൈ ഡിന്നർ. വെരി ടയേർഡ്. കുറച്ച് നേരം ടി വി ഒക്കെ ഇരുന്ന് കണ്ടു. ഇനി ഉറങ്ങാൻ സമയമായി. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഐ ഗോ ബാക്ക് ടു മൈ റൂം. അങ്ങനെ 2026 വലിയൊരു ആഘോഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി 2027 ഇതിന് നന്നായിട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഗുഡ് മോർണിംഗ് ഗൈസ്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ മോർണിംഗ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പീസ്ഫുൾ മോർണിംഗ്സ്. നമുക്ക് പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ബാക്ക് ടു റെസ്പോൺസിബിലിറ്റീസ്. വെക്കേഷൻ, ബർത്ത്ഡേ സെലിബ്രേഷൻ, സ്റ്റേക്കേഷൻ എല്ലാ മോഡും കഴിയാറായി. അതിന് തന്നെ സങ്കടമുണ്ട്. പക്ഷേ നമ്മൾ ഇനിയും വരും, ഇനിയും നമ്മൾ എൻജോയ് ചെയ്യും. അതിനെല്ലാം നമ്മൾ ജീവിക്കുന്നത്. വി ഷുഡ് എൻജോയ് ദ ലിറ്റിൽ മൊമെൻറ്റ്സ്. അത് എൻജോയ് ചെയ്യാൻ പിന്നീടാട്ടെ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം ഉണ്ട് എനിക്ക്. ബട്ട് നോ ലോങ്ങർ. പറ്റുമ്പം പറ്റുന്നത് പോലെ എൻജോയ് ചെയ്യുക. ലൈഫ് ഈസ് വെരി ഷോർട്ട്. ഫ്രം മൈ ലൈഫ് ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. വി കാൺ ഡു എനിത്തിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഫ്യൂച്ചറിൽ വരുന്നതിൽ നമുക്ക് കൺട്രോളില്ല. സോ വാട്ട് എവർ കംസ് അപ്പ് വിൽ ഫേസ് ഇറ്റ്, ഗുഡ് ഓർ ബാഡ്. വാട്ട് വി ഹാവ് റൈറ്റ് നൗ അതിൽ എൻജോയ് ചെയ്യുക. ഇഫ് ഇറ്റ്സ് എ ബാഡ് ടൈം, ജസ്റ്റ് എന്താ പറയുക, ഐ ഹവ് ഗോൺ ത്രൂ മെനി ബാഡ് ടൈംസ്. ആ ഒരു മൊമെൻറ്റിൽ വാട്ട് കെപ്റ്റ് മീ ഗോയിങ് ഇസ് ദിസ് ഇസ് നോട്ട് ഫോർ എവർ. ബാഡ് ടൈം വിൽ പാസ്. കുറച്ച് കഴിയുമ്പോൾ മാറും. നമ്മുടെ ലൈഫിൻ്റെ ഒരു ഗ്രാഫ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. സോ അതിൽ പ്രതീക്ഷിച്ച് ദർ ഇസ് എ പീക്ക് കമ്മിങ് അപ്പ് എന്നുള്ളൊരു ട്രസ്റ്റിൽ ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. ആൻഡ് അതെന്നെ ഒരിക്കലും ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ലൈഫ് ഹാസ് ഗിവൺ മീ ലെമൺസ് ആൻഡ് ഐ ഹാവ് ട്രൈ ടു മേക്ക് എ ലെമനേഡ് ഫ്രം ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. സംഭാഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. We are gonna go have a breakfast. പല്ല് തേക്കുന്നതിനും കുറച്ച് ഷോ ഒക്കെ വേണം. പല്ല് തേക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. കുറേ നാളും കൊണ്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു.
അറ്റ് ലാസ്റ്റ് ഞാൻ ഇന്നലെ റീൽ എടുത്തിട്ടോ വിത്ത് ഡെക്കിൽ പോയിട്ട് അവിടെ നിന്ന് പെട്ടെന്നൊരു റീലൊക്കെ എടുത്തു. തട്ടിക്കൂട്ട് റീല്. നമുക്കങ്ങനെ പെർഫെക്ഷൻ അധികം ചെയ്യാനുള്ള ഒരു ഇത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അപ്പുറത്തെ റൂമായിരുന്നു. ഡോറ് തുറന്നതുപോലെ ആരോ പേടിച്ചു പോയി. അപ്പുറത്തെ റൂമിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നല്ലൊരു റീലെടുത്തു. അതെനിക്കിനി പോസ്റ്റ് ചെയ്യണം. ഇന്ന് ഞാൻ മിക്കവാറും പോസ്റ്റ് ചെയ്യും. ബാക്കി ഫോട്ടോസൊക്കെ പതുക്കെ പോസ്റ്റ് ചെയ്യണം. ഫുഡ് കഴിക്കാൻ പോവാണ്. മേക്കപ്പ് വേണ്ട, പക്ഷേ സ്കിൻ കെയർ വേണമല്ലോ. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ന്യൂട്രിജീനയുടെ ഹൈഡ്രാ ബൂസ്റ്റ്. 2 ഫിംഗർ റൂളോ 3 ഫിംഗർ റൂളോ അങ്ങനെ എന്തോ ഒരു റൂളുണ്ടല്ലോ. എനിക്കിത് രണ്ടെണ്ണം തരണം. ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നലെ വീഡിയോയ്ക്കകത്ത് നഖം വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നു, അങ്ങനെ ഇളക്കി കളഞ്ഞു. അത്ര എളുപ്പമല്ലാന്നേ. നഖമൊക്കെ വെച്ചിട്ട് ഫോട്ടോസിലൊക്കെ കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളൂ. മേക്കപ്പ് ഒന്നും വേണ്ട, എന്നാലും ലിപ്സ്റ്റിക്കൊക്കെ വേണ്ടി. ഇതെൻ്റെ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള, അതായത് കുറച്ച് എടുത്ത് കാണാത്ത എന്നാൽ ചെറിയൊരു ഷെയ്ഡ് തരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ പുണ്യത്താരിക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും സജസ്റ്റ് ചെയ്ത് കൊടുത്തു. അമ്മ ചില സമയത്ത് യൂസ് ചെയ്യും, പക്ഷെ പുണ്യത്താരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെയ്ബിലിൻ്റെ സെൻസേഷണൽ ഷെയ്ഡ് വരുന്നത് നമ്പർ 11. അടിപൊളി ഷെയ്ഡാണ്. തീരാറായി. നമ്മൾ ലിപ്സ്റ്റോട്ട് ചേരുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ചേരാൻ സാധ്യതയുണ്ട് ഈ കളറ്. എൻ്റെ ഒരു ഇത് വെച്ച് പറയുന്നതാണ്. എൻ്റെ ഒരു കുഞ്ഞറിവ് വെച്ചിട്ട് ചേരും. ഞാൻ പറഞ്ഞില്ലേ, മേക്കപ്പ് ഇല്ലെങ്കിലും കണ്ണൊന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഇത് മാത്രം ഇട്ടാൽ മതി. സൂപ്പർ സാധനം. ഇപ്പോൾ ഡിഫറൻസ് കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദ ഡിഫറൻസ്. കണ്ടോ? ഈ കണ്ണ് നോക്കൂ, ഈ കണ്ണ് നോക്കൂ. ഈ പത്ത കണ്ണിലും കൂടെ അടിക്കും. എൻ്റെ ഇവിടെ ആയിരുന്നു. കുഴപ്പമില്ല. ഇപ്പോൾ തുടയ്ക്കുമ്പോൾ ഇവിടെ എല്ലാം ആവും. അത് ചെയ്യാൻ പാടില്ല. ഉണങ്ങിക്കഴിഞ്ഞിട്ടേ മസ്കാര ആയത് നമുക്ക് തുടയ്ക്കാൻ പാടുള്ളൂ. കണ്ടോ? മസ്കാര ഉണങ്ങിക്കഴിഞ്ഞപ്പം വൈപ്പ് ചെയ്താൽ മതി. ലെറ്റ്സ് ഗോ. ഞാനങ്ങ് ഇറങ്ങിപ്പോയി. എങ്ങോട്ടാന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു സ്പോട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഏതോ ഒരു റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്പോട്ട് ഏതാണെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. ലിഡോ റെസ്റ്റോറൻറ്റ്. ലിഡോ. ഇത് കൊണ്ടുപോകണം. വേണ്ട, നമുക്ക് ലിഡോ ചോദിച്ചാൽ പോരെ. ചേട്ടാ ലിഡോ എവിടാ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചോദിച്ചു പോകും അല്ലേ? അത്രേ ഉള്ളൂ. ആൾക്കാരൊക്കെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. നമുക്ക് അവരുടെ കൂടെ പോകാം. ദൂരെ ആൾക്കാർ പോണേ. നല്ല ഫോട്ടോജനിക് അല്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. അതാണ് ഉദ്ദേശിച്ച സ്ഥലം. ആരാന്ന് നോക്കൂ. Unveiling the painting of Queen Elizabeth II and Prince Philip during his visit to QE2 on 17th December 1994. ഓ, ഞാൻ ജനിക്കുന്നതിന് മുന്നേ സംഭവിച്ച സംഭവം കേട്ടോ ഇത്. എന്നെക്കുള്ള പ്രായമുണ്ട്. ലുക്ക് അറ്റ് ദിസ് വ്യൂ. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ക്വീൻ എലിസബത്ത് II. കൊള്ളാം. എനിക്ക് മറ്റേ ടൈറ്റാനിക്കിലെ പോലെ ഇവിടെ വന്ന് നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങോട്ടേക്ക് എൻട്രൻസ് ഇല്ലാന്ന് തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടെ നല്ല കളേഴ്സ്, കുപ്പികളുടെ കളക്ഷൻ. ഏത് ബ്രാൻഡാന്ന് എനിക്കറിയില്ല. നമുക്കപ്പോൾ പുറത്തോട്ടിറങ്ങാം. ഇവിടെ തന്നെ നല്ല ചൂടുണ്ട്. ഓ വാവ്.
ഒന്നുകൊണ്ട് ഗൈസ് നമ്മുടെ ജാക്കും റോസും നിന്ന പോലത്തെ ഒരു സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നല്ല ചൂടുണ്ട്. ഞാൻ ഷെയ്ഡ്സ് എടുക്കാൻ മറന്നുപോയി. എൻ്റെ കണ്ണടിച്ച് പോകുന്നു ഗൈസ്. കുഴപ്പമില്ല, നമ്മൾ എക്സ്പ്ലോറിങ് ആണ് മെയിൻ. അപ്പം ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പം താഴോട്ടൊരു ഇതുണ്ട്. എനിക്കൊന്ന് അവിടെ പോയി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോ മുഖ്യം വെക്കില്ലേ. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വന്നേനെ. ദിസ് ഈസ് ഗുഡ്. വാവ്. ഇന്നലെ വൈകിട്ട് ഇവിടെ വരായിരുന്നു. വൈകിട്ട് വന്നിട്ട് അവിടെ പോയി ഫോട്ടോസ് റീൽ എടുക്കായിരുന്നു അവിടെ പോയിട്ട്. ഇതൊരു ഹിസ്റ്റോറിക് പീസാണ്. ഡു നോട്ട് ടച്ച് എന്ന് എഴുതിയിട്ടുണ്ട്. തൊട്ട് നമുക്ക് ഓടാം, ഇവിടെ ആരുമില്ല. So the checkout remains at 12, but if you wish to extend a little more, you can do that. Maximum 2 p.m. 2 p.m. Okay, for while I booked online, it shows that checkout by 4 o'clock. That one, ma'am, it's if you check in our website, if you make a booking in our website, QE2 website. But your reservation went to different portal. So this one doesn't have any late checkout unless you book to QE2 website. Okay, so That's the offer that we are offering. okay, so my checkout time is 2. Yeah, still I'm giving you late checkout. 2 more hours by 2 Okay. p.m. Okay, son, thank you so much. You're welcome. Goodbye. Bye. ഗൈസ്, ഞാനിപ്പം ഓൺലൈൻ ബുക്കിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് നിന്നിരുന്നെങ്കിൽ അടുത്ത ദിവസം ചെക്ക് ഇൻ ടൈം ആയേനെ. എപ്പോഴും കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം എനിക്കപ്പോൾ ശരിക്കും 2 o'clock 12 മണി വരെയാണ് നമ്മുടെ ടൈം. ചെക്കൗട്ട് ചെയ്യേണ്ടത് 12 മണിക്കാണെങ്കിലും മേക്ക് മൈ ട്രിപ്പിലാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. മേക്ക് മൈ ട്രിപ്പിൽ 4 o'clock ലേറ്റ് ചെക്കൗട്ട് ഉണ്ട്. ആൻഡ് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചു വെച്ചപ്പോൾ അവർ പറയണത് മാക്സിമം ഒരു 2 o'clock വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്നാണ്. ഇപ്പം തന്നെ 12 മണിയാവാറായി. ഒരു മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിലേ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ 3 ദിവസം ഒരു വീക്കെൻഡ് വ്ളോഗ് ഇതായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇനി അടുത്ത എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. Till then, bye. Dear future me, I hope when you watch this, you remember that you were brave enough to celebrate yourself.